നമ്മളെ ഇതിനെല്ലാത്തിന്റെ അപ്പുറം കണ്ടതാ. എന്റെ പച്ചടിയില്ല പ്രതികാരം അത് വീട്ടാളാണ് ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമുക്കറിയാം. ഇതിൽ കുറെ നെഗറ്റീവ് കമന്റും ഇതുണ്ടോ ഈ വധൂരി വെച്ചോണ്ടിരിക്കുക. അപ്പൊ സീരിയസ് ആയിട്ട് പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ എല്ലാവരും സീരിയസ് ആവട്ടെ. ഞങ്ങൾ ആദ്യം കാണിച്ച ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോന്റെ പേരിൽ കുറെ തെറ്റിദ്ധാരണയും അല്ലെങ്കിൽ ഈ വീഡിയോനെ ട്രോളി നാസിക്ക് കുറെ നെഗറ്റീവും എന്നെ നാസിന്റെ അടിവസ്ത്രം കഴിപ്പിക്കുകയാണ് മെയിൽ ഷോവിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾ പോലും അറിയാം. ഞങ്ങൾ ജസ്റ്റ് ഒരു കണ്ടന്റ് ആയിട്ട് മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. ഈ കമന്റ് ഇട്ട ആൾക്കാരൊന്നും ഞങ്ങളെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല 100% ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളൊരു 10 വീഡിയോസിൽ ഒരു 2% മാത്രമേ ഞാൻ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുള്ളൂ. ബാക്കി 8 വീഡിയോസും എന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ ഇടുന്നത്. ആ വീഡിയോസ് ഒന്നും വരുന്ന കമന്റ് ഇട്ടിട്ടില്ല. ഒരു ഷഡ്ഡി അലക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇത്രയും വലിയ കലാപാക്കി. അല്ല ഞാൻ ചോദിക്കട്ടെ, എനിക്ക് വയ്യാണ്ടാവുമ്പോൾ ഓള് നോക്കണം, ഓള് വയ്യാണ്ടാവുമ്പോൾ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്? അത് എനിക്കറിയാം. അങ്ങനെ തന്നെയല്ലേ ഒരു ഹസ്ബൻഡ് വൈഫ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഹസ്ബൻഡിന്റെ ഷഡ്ഡി നിങ്ങൾ അലക്കുന്നത് അത് ഇത്ര വലിയ കുറ്റകരമായിട്ടുള്ള കുറ്റാന്നുള്ള എനിക്കറിയില്ല. എന്റെ ഉമ്മ പിന്നെ അങ്ങനെ പഠിപ്പിച്ചെന്നില്ല, പിന്നെ അങ്ങനെ പഠിപ്പിച്ചു തന്നില്ല. പിന്നെ വെച്ചൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മേൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവിടെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് 2 വർഷമൊന്നുമില്ല. അത് കണ്ടന്റ് കേട്ടോ. കൂടിപ്പോയ ഒരു 1 അല്ലെങ്കിൽ 1.5 years അത്രേ ഉള്ളൂ. 2 വർഷം അത് അത്രയും ടൈം എടുത്തുള്ളൂ. അത് വേറെ കേസ്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഉണ്ടല്ലോ 4-5 വട്ടം എടുത്തിട്ടാണ് ആ ഒരു രീതിക്ക് കിട്ടിയത്. നമ്മൾ പഠിച്ച് സ്ക്രിപ്റ്റ് എഴുതി പറയുന്ന സാധനമല്ല. നമ്മുടെ ഒരു കണ്ടന്റ് നമ്മുടെ മൈൻഡിലുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണോ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറയുന്നത്. മിനിമം ഒരു 3-4 ടേക്ക് എന്തായാലും വിശ്വാസമില്ല. നിങ്ങളൊന്ന് കണ്ടോ കണ്ടോ എന്റെ കിട്ടിയോളാ വേറെയും കൊടുത്താൽ അതും വേറെ അതും വേണ്ട ബാക്കി അതലക്കി ഇത് അല്ലേ ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും നമ്മളത് ഉള്ളിക്കെടുക്കുന്നില്ല. ഇതെന്താ ഉള്ളിക്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം ഇത് മെയിൻ ആയിട്ട് സമയമില്ല. അതാണ് കാര്യം. രാവിലെ പണിക്ക് പോവുക, വൈകുന്നേരം വരിക, കിടന്നുറങ്ങുക. ഇതിന്റെ ഇടയിൽ നിങ്ങളൊന്ന് 4 ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കുന്നു, അത് നാളത്തേക്ക് എഡിറ്റ് ചെയ്യാൻ വെക്കുന്നു, മറ്റന്നാൾ അപ്ലോഡ് ചെയ്യുന്നു. ഏതോ ഒരു ട്രോൾ പേജിൽ വന്നിട്ടുണ്ട് ഈ സാധനം. ഇതിന്റെ കാട്ടിയെന്ന് വെച്ചാൽ അത് നോക്കിയോ നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റുകൾ മാത്രം എടുത്തിട്ട് ഇങ്ങനെ കമന്റ് ഇട്ട പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ചെറിയൊരു സമയം കൊണ്ടാണ് നമ്മൾ ഇത്രയും ആൾക്കാരിലേക്ക് നമ്മൾ വീഡിയോസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പ്രത്യേകം എടുത്തു പറയാൻ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്താണെന്ന് മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീഡിയോ ചെയ്യുന്ന ആളല്ലേ സാധനം കിട്ടും. എന്റെ ലൈഫിൽ ഒന്നും കിട്ടുന്നു വിചാരിച്ചതല്ല. നിലവിൽ പറഞ്ഞ കമന്റിന് പോലും ഞങ്ങൾ ആ ഒരു ദേഷ്യം വെച്ചിട്ടല്ല ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ക്ലിയർ ആക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നി. മെയിനായിട്ട് എനിക്കാണല്ലോ പ്രശ്നം ഉണ്ടാവുക. ഈ വീഡിയോ ചെയ്ത് എന്നെയാണല്ലോ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവുക, എന്നോടാണല്ലോ ദേഷ്യം. അപ്പൊ നിങ്ങളോട് പറയാൻ ആർക്കും വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി, ഒരുപാട് സോറി. ഒന്നും മനസ്സിലാക്കണ്ട. ഓക്കെ, ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ വേറെയാ. ഞാൻ ഒന്ന് മീൻ വെച്ചിട്ട് കുറെ നേരമായി. അപ്പൊ ഗൈസ് വീണ്ടും വീഡിയോയിലൂടെ കാണാം. സൈനിങ് ഓഫ്.